ആലപ്പുഴ കായംകുളം BRCയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായുള്ള വൈദ്യപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കായംകുളം മുനിസിപ്പാലിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. കേശുനാഥ് ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരള ആലപ്പുഴ കായംകുളം BRCയുടെ ആഭിമുഖ്യത്തിലാണ് 2024-25 വർഷത്തെ ഭിന്നശേഷി കുട്ടികൾക്കായുള്ള വൈദ്യപരിശോധനാ ക്യാമ്പ് നടത്തിയത്. കായംകുളം മുനിസിപ്പാലിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. കേശുനാഥ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആ ഉത്തരവാദിത്വം നല്ല നിലയിൽ വളരെ ഉത്തരവാദിത്വത്തോടുകൂടിയും വളരെ സ്നേഹത്തോടുകൂടിയും അത് നമ്മുടെ BRC ഈ കായംകുളം ഓട്ടിസം സെന്ററിൽ കുറ്റമറ്റ രീതിയിൽ വളരെ ആത്മാർത്ഥതയോടെ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, കുഞ്ഞുങ്ങളുടെ മാനസിക ഉല്ലാസത്തിനും അവരുടെ എല്ലാ കുറവുകൾക്കും പരിഹാരമെന്നോണം ഇവിടെ നല്ല നിലയിലാണ് കുഞ്ഞുങ്ങളുടെ ക്ഷേമത്തിനും അവരുടെ ഉന്നമനത്തിനും വേണ്ടിയുള്ള പരിപാടികളാകെ സംഘടിപ്പിക്കുന്നത്. ഇപ്പം ഇന്ന് നമുക്കറിയാം, ശ്രവണ അതുപോലെ തന്നെ അവരുടെ സംസാരവുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ ക്യാമ്പാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ അവരുടെ മറ്റ് മേഖലകൾ, അതുപോലെ ഓർത്തോയും അതുപോലെ തന്നെ മാനസികവുമായ ഒക്കെ മേഖലകളിലുള്ള ക്യാമ്പ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഡോക്ടേഴ്സിൻ്റെയൊക്കെ സൗകര്യാർത്ഥം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കൂട്ടം അധ്യാപകർ അവരുടെ ജീവിതം തന്നെ ഈ കുഞ്ഞുങ്ങളുടെ ഉന്നമനത്തിനും അവരുടെ ക്ഷേമ ഐശ്വര്യത്തിനും വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. കായംകുളം നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ ഒരുപാട് പരിപാടികളുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനവുമായി ഇടപഴകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ കഴിയുന്ന അവസരങ്ങളിലെല്ലാം തന്നെ നമുക്കൊരു കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന അതിരുറ്റ സ്നേഹവും അവരോട് കാണിക്കുന്ന പരിചരണവും എല്ലാം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവരുടെ മാതാപിതാക്കളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, സമൂഹത്തിൻ്റെ ആകെ ഉത്തരവാദിത്വമാണ് ഈ കുഞ്ഞുങ്ങളെ അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. കായംകുളം AEO സിന്ധു A അധ്യക്ഷത വഹിച്ചു. രാജ്യം പദ്ധതി വിശദീകരണം നടത്തി. കായംകുളം താലൂക്ക് ഹോസ്പിറ്റലിലെ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആനന്ദ് A കേൾവി സംസാര പരിശോധനാ ക്യാമ്പിന് നേതൃത്വം നൽകി. കായംകുളം സബ് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 32 കുട്ടികളും രക്ഷകർത്താക്കളും ക്യാമ്പിൽ പങ്കെടുത്തു. ഷംന ടീൻ R, ദീദിയക് നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതിന്റെ ഭാഗമായുള്ള ബുദ്ധിപരിശോധന, അസ്ഥിവൈകല്യ നിർണയ ക്യാമ്പ് തുടങ്ങിയവ ജൂലൈ 5 നടക്കും. ന്യൂസ് ബ്യൂറോ, കായംകുളം.